ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ലുക്ക് കാണിക്കാം അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിയുണ്ട് ചെയ്യാം അല്ലേ. ഇത് മൊത്തം സാധനം ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒരു കള്ളി കൂടി കാര്യമാക്കാനുണ്ട് അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നികിയുടെ തിരക്കിലാണ്. ഇവിടെ റൂം ക്ലീനിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ റൂമിൽ വരുത്താൻ വേണ്ടി പോയാണ് അല്ലേ നികി. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് അധികം താമസിയാതെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാലോ. അതെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ താമസിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് തോന്നും എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമുക്ക് വരുത്തണം അല്ലെ. ഇത് വേണമായിരുന്നു അത് വേണമായിരുന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും അത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. നമ്മൾ എത്ര സൗകര്യത്തിൽ എന്തൊക്കെ നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പിന്നീടാണ് തോന്നുന്നത്. ആ വീട്ടിൽ നമ്മൾ താമസിച്ച് അല്ലെങ്കിൽ ആ റൂമിൽ നമ്മൾ താമസിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇവിടെ ഇത് വേണമായിരുന്നു ഇന്നത് വേണമായിരുന്നു അല്ലേ. അപ്പൊ ഈ കുറച്ചു കാലം ഞങ്ങളുടെ ഈ റൂമിൽ താമസിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പിന്നീട് നമുക്കൊരു ചേഞ്ച് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതപ്പോ നമ്മള് ഒന്ന് പറയാം നിങ്ങളോട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തവണ മാറ്റം വരുത്താൻ പോകുന്നത് അല്ല എനിക്ക്. അപ്പൊ ഒന്നാമതായിട്ട് ഇത് കാണിച്ചു കൊടുക്കും എനിക്ക് ഇത്. അപ്പൊ ഒന്നാമത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ട നമ്മുടെ ഈ ഒരു ട്രേ, ഇതിനകത്ത് നിറച്ച് സാധനങ്ങളുണ്ട്. എല്ലാ ട്രേയിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓരോ ട്രേയിലും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ട്രേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷെൽഫ് ഇതിങ്ങനെ വാങ്ങിയ സമയത്ത് നമുക്കിവിടെ ഈ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സ്പേസ് നമ്മൾ അന്ന് പ്ലാനിങ്ങിൽ ഒന്നും ചെയ്തില്ല. അപ്പോൾ നാല് ഡോറിന്റെ അൽമാര വാങ്ങിച്ചപ്പോ ഞങ്ങൾ കരുതിയിരുന്നത് അതെ അത്ര ഉണ്ടാവും വിചാരിച്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സ്പേസ് അന്ന് അങ്ങനെ ഒരു ട്രേ വാങ്ങി വെച്ച്, പക്ഷെ നമ്മൾ വിചാരിച്ച ആ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പൊ നമ്മൾ ഇവിടെ ഇതേ ഷെൽഫ് പോലെ തന്നെ എന്നാ ഇതുപോലത്തെ ഒരു ട്രേ, ഒരു ഷെൽഫ്, ഈ ഒരു സ്പേസ് നമ്മള് അളവ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് ഇതിനോട് മാച്ചായി പോകുന്ന രീതിയിൽ അതന്നെ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ വെക്കാനുണ്ടാവും. അപ്പൊ ഇത്രയും കിട്ടും. മാത്രമല്ല ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നതിന്റെ ആ ഒരു വൃത്തികേട് മാറും, ഇതിനോട് യോജിച്ചങ്ങ് പോകും. അപ്പൊ അത് ഒന്നാമത്തെ ഒരു ചേഞ്ച് അല്ലേ എനിക്ക്. പിന്നെ നെക്സ്റ്റിലെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു സംഭവം ഇവിടെ വാങ്ങി ഡ്രസ്സിംഗ് ടേബിൾ വെച്ച സമയത്ത് നമുക്ക് സംഭവിച്ച ഒരു അബദ്ധം. ഇതൊക്കെ ഓരോരോ അബദ്ധങ്ങളാണെന്ന് പറയാം ശരിക്ക്. ഒന്നാമത്തെ അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലാണ് നമ്മള് ഷർട്ട് മറ്റേ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അതന്നെ അത് ഭയങ്കര ഞാൻ കാണിച്ചു കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് മാറി. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇതിന്റെ ബാക്കിൽ ഒരു ചെറിയ സ്ഥലം ഞങ്ങൾ ഇത് മുട്ടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഡ്രസ്സെല്ലാം ഇങ്ങനെ പാൻറ്റൊക്കെ വന്നിട്ട് നമ്മൾ ഊരിയിടുന്നത്. അപ്പൊ ഇത് എടുക്കാനും വെക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ അതിന് ഈ റൂമിൽ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയ പോരായ്മകൾ കേട്ടാ. അപ്പൊ ഞങ്ങള് ഇവിടെ അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി പോയാണ്. ആ ചേഞ്ച് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. അപ്പൊ അതൊന്ന്. പിന്നെ അത് നമുക്ക് പറയാം. അപ്പൊ അതൊക്കെ നമുക്ക് ആ ചേഞ്ച് എന്താണെന്ന് അവിടെ കാണാം. അപ്പൊ അതൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ത് ചേഞ്ചാണ് നമ്മൾ അതിന് വരുത്താൻ വേണ്ടി പോണേന്ന്. പിന്നെ നമുക്ക് ഈ ഒരു സ്പേസ് കണ്ട ഈ ഒരു സ്ഥലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ പറ്റിയ രീതിയിലൊരു ചേഞ്ചാണ് നമ്മൾ ഇപ്പൊ ഈ തവണ ചിന്തിച്ചത്. പിന്നത്തെ ഒരു സംഭവമാണ് ഇവിടത്തെ ഒരു സംഭവം. അതായത് ഇവിടെ നമുക്ക് പിന്നീട് കുറെ ആവശ്യങ്ങൾ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വെക്കാനുള്ള സ്ഥലമില്ലാതെ വരും. അപ്പൊ ഇപ്പൊ നമുക്ക് വന്നൊരു ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ക്യാമറ വാങ്ങി. ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു ഇപ്പൊ ഇതോടൊപ്പം തന്നെ. ജസ്റ്റ് അടിച്ചോ. അപ്പൊ എന്തായാലും ഞാനൊരു ക്യാമറ വാങ്ങി. ആ ഒരു സന്തോഷം കൂടി നിങ്ങളിപ്പോ അറിയിക്കുന്നു. അപ്പൊ അത് കാണിച്ചു തരാം. ജസ്റ്റ് ക്യാമറ ഇവിടെ ഇങ്ങനെ തൽക്കാലം വെച്ചിട്ടുള്ളത്. ഇത് ക്യാമറന്റെ മറ്റേ എന്താ പറയാ ആ ഒരു ക്യാബിൻ നമ്മളിത് ഇതില്ലാതിരിക്കാൻ, അതായത് അതിന്റെ വെറ്റാവാതിരിക്കാനും ഈർപ്പില്ലാതിരിക്കാനൊക്കെ ഉള്ള. അപ്പൊ ക്യാമറ ഇതിനുള്ളിലുണ്ട് ഗൈസ്. സോണിന്റെ ക്യാമറയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഷൂട്ടിംഗ് എല്ലാം തുടങ്ങുന്നത്ര. അപ്പോൾ ഇത് വെക്കാനൊരു സ്ഥലം വേണം. ഇത് അതിന്റെ ബാഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ക്യാമറയും ലാപ്ടോപ്പൊക്കെ വെക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്പേസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാനുള്ള ഈ റൂമിൽ അല്ലേ.
അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു ടേബിള്, ലാപ്ടോപ്പ് ടേബിള് ഒക്കെ കസ്റ്റമാണ് കേട്ടോ. നമ്മളിതൊക്കെ ഫർണിച്ചറിൽ ചെയ്യുന്നതൊക്കെ കസ്റ്റം സൈസിലാണ്. കാരണം ഇതൊന്നും നമുക്ക് ഓടിപ്പോയി വാങ്ങാൻ കിട്ടുന്നതല്ല. ഇതും നമ്മുടെ ഈ അളവിന് ഇപ്പം നമ്മൾ വാങ്ങിയാൽ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ, ചിലപ്പോൾ ഈ കറക്റ്റ് മുട്ടി കിട്ടൂല. അപ്പം ഇവിടെ ഈ ഇതൊക്കെ കസ്റ്റം സൈസിലാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വേണ്ട ആ ഒരു അളവിലാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടേബിള്, അതിൻ്റെ ചെയർ കാര്യങ്ങളെല്ലാം. അപ്പം അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റണം. ആ രീതിയിലേക്കുള്ളൊരു ചേഞ്ച്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഇത് കണ്ട, ഇവിടെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈർപ്പം ഇങ്ങനെ അടിക്കും. മഴക്കാലത്തൊക്കെ കണ്ടതാ ഇതൊക്കെ ഈർപ്പം. നോക്കി നമ്മളിങ്ങനെ കൈ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. തുടച്ച് കഴിഞ്ഞാലും അത് പോകില്ല, അപ്പം തന്നെ വരും. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ മാറ്റി ഇവിടെ ഒരു വാൾപേപ്പർ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല, അതിൻ്റെ പ്ലാനിങ് എത്തണം. അപ്പം അതൊന്ന്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റൂം ഒരു ചേഞ്ച് ആവും, ഒരു മേക്ക് ഓവർ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് റൂം ചേഞ്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ റൂമിന് ഇപ്പം എന്താ മേക്ക് ഓവറിൻ്റെ ആവശ്യം, എല്ലാ കാര്യങ്ങളും ഇല്ലേന്ന്. ഞാൻ പറഞ്ഞല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദൈവം സഹായിച്ച് നമുക്ക് എല്ലാം നമ്മൾ ഇതുപോലെ ആക്കി ഓരോന്നോരോന്നായിട്ട് ആക്കിയെടുത്തതാണ്. പക്ഷേ എന്നാലും നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യം പെരുമാറാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി വരും. ഇപ്പം ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് പിന്നെയും തോന്നും വേറെ എന്തെങ്കിലും കൂടി വേണമായിരുന്നു. അപ്പം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ റൂമിൽ ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ 1-2 സാധനങ്ങളൊക്കെ വരും, നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഈ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ വന്ന് ഫിറ്റ് ചെയ്യുന്നതും എല്ലാം ഒക്കെ ആയിട്ടൊക്കെ ഈ വീഡിയോ തന്നെ കാണാം അല്ലേ. അപ്പം എന്നാൽ പിന്നെ നമുക്ക് സാധനം വരും നോക്കാം അല്ലേ ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ വണ്ടി എത്തിയിട്ടുണ്ട്. എല്ലാം പെട്ടെന്നാണ് അല്ലേ. അപ്പോൾ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് ഈ ഫോട്ടോസിലൊക്കെ എടുത്ത് മാറ്റണം. കാരണം ഈ സാധനങ്ങളൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവരോരോന്നോരോന്ന് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ 2 ഡോർ എന്തിനാന്ന് മനസ്സിലായില്ലേ? അമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് ഇപ്പൊ കാണാം. എനിക്ക് നീ പെട്ടെന്ന് ഇത് മാറ്റി, ഈ സംഭവം മാറ്റി. ഇതിന്റെ പ്ലാൻ നമ്മ പറഞ്ഞില്ലല്ലോ. ഇത് മാറ്റിക്കോ, അവിടെ ഇത് വെക്കണ്ടേ? അതേ മാറ്റിക്കോ, നോക്കാം. ഇതൊരു പെട്ടെന്ന് സാധനം പറഞ്ഞിക്കോ, ഇത് മൊത്തം സാധനം ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒരു കള്ളിയും കൂടി കാര്യമാക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഈ സാധനം നേരെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഈ സംഭവം ഉള്ളത്. ഇത് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോയാണ്. എന്നിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യാം. ആങ്കർ ഇങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിയും. അപ്പോൾ ഇവർ ഓരോരോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത്. അപ്പോഴേ നമ്മളിതൊക്കെ എടുത്തത് വേറെ എവിടെ നിന്നുമല്ല, നമ്മുടെ സിൻസിയർ ഫർണിച്ചറിൽ നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ല, നമുക്ക് കസ്റ്റം രീതിയിലായിക്കോട്ടെ, അതല്ല ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എന്ത് ഫർണിച്ചറുകളായിക്കോട്ടെ അത് നോക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട, സിൻസിയർ ഫർണിച്ചറിലേക്ക് വന്നാൽ മതി. നമ്മുടെ കണ്ണൂരിൽ ഇത്ര വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വേറെ ഒരു ഷോപ്പിലും കിട്ടൂല കേട്ടോ. അത് സിൻസിയർ ഫർണിച്ചറിൽ മാത്രം കിട്ടുള്ളൂ. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കി വരുന്നത് കേട്ടോ. ഇഷ്ടം പോലെ കളേഴ്സിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫർണിച്ചർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള എന്ത് ഫർണിച്ചറുകളാണെങ്കിലും നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ സിൻസിയർ ഫർണിച്ചറിലേക്ക് വന്നാൽ മതി. ഇവിടെ ഒരു ഷോറൂം വരുന്നത് പാപ്പിനിശ്ശേരിയിലുണ്ട്, അതുപോലെ തന്നെ കണ്ണപുരത്തുണ്ട്, പിന്നെ മാട്ടൂലുണ്ട്. അങ്ങനെ കണ്ണൂരിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വുഡിൻ്റെ ഷെൽഫുകളായിക്കോട്ടെ, കട്ടിലായിക്കോട്ടെ എല്ലാം അവൈലബിൾ ആണ്. 10 വർഷത്തെ വാറണ്ടിയിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ സോഫ സെറ്റുകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ നമ്മുടെ ഹാള് ഏത് രീതിയിലാണോ ആ രീതിയിൽ ഇവർ അത് കസ്റ്റം സൈസിൽ ചെയ്ത് തരും കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരാൻ വേണ്ടി പോണത്. കൂടാതെ കല്യാണങ്ങളും ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫർണിച്ചർ അത്യാവശ്യമായിരിക്കുള്ളൂ. നമ്മളെല്ലാവരും നോക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനം വില കുറവിൽ എവിടെയാണ് കിട്ടുകയെന്ന്. എന്നാൽ ഇനി അത് നിങ്ങൾ അന്വേഷിച്ച്
അന്വേഷിച്ച് നടക്കേണ്ട, സിൻസിയർ ഫർണിച്ചറിലേക്ക് വന്നാൽ മതി കേട്ടോ. എന്തായിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എന്ത് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ ഉണ്ട്. അതും നല്ല ക്വാളിറ്റിയിൽ, വില കുറവിൽ, നല്ല വാറണ്ടി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഏത് കടയിൽ പോയിട്ടും ഇവിടെ വന്നൊന്ന് ജസ്റ്റ് വില ഒന്ന് അന്വേഷിച്ചോ. വാങ്ങണമെന്നില്ല, നിങ്ങൾ ആദ്യം വില അന്വേഷിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടത്തെയും വേറെ സ്ഥലത്തെയും വ്യത്യാസം കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാപ്പിനിശ്ശേരിയിലുണ്ട്. പാപ്പിനിശ്ശേരി ഈ കാണുന്ന ഹൈവേന്ന് സൈഡിൽ കാണുന്ന ഈ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് കൂടാതെ കണ്ണപുരത്തുണ്ട്. അപ്പോൾ മാട്ടൂൽ ഇപ്പോൾ പുതിയ ഷോറൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലിത് ഇവരിവിടെ ഫിറ്റിങ്സും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്പേസ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതിൻ്റെ മുകളിലൊരു സംഭവം കൂടി വരാനുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി തിരിയുക. നികിക്കും അത് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പോഴാണ് തിരിഞ്ഞു തുടങ്ങിയേക്കണത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടി അവർ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ അഴിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ അവർ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണിക്കാരൊക്കെ നല്ല അടിപൊളിയാണ്. സിൻസിയർ ഫർണിച്ചറിൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ വേറൊരു സംഭവം, ഇവിടെ ആ ഒരു ഷെൽഫ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും ഇതിനോടൊപ്പം അങ്ങോട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രൂയിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പറഞ്ഞ ലാപ്ടോപ്പ് ടേബിളില്ലേ, ആ ഒരു സംഭവം വന്നത്. അതായത് ഈ ഒരു സ്പേസിൽ അതാണല്ലോ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്ഥലം, അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ അമ്മനെ കാണിച്ചു കൊടുത്തില്ല, ഇതെന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ഡോറ് നമുക്ക് മുന്നേ ഉണ്ടായ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിന് ഫിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് നികി അന്ന് പറഞ്ഞ അവിടെ ഡോറ് വേണ്ട, നമുക്ക് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട്, ഭംഗിയുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല, അൽക്കുലത്തെ സാധനങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ഡോറ് വെച്ചേക്കാന്ന് വെച്ച് ഡോറ് വെച്ചു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതെന്തായാലും അടുത്തൊരു പാർട്ടും കൂടി വേണ്ടി വരും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഫുൾ മേക്ക് ഓവർ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ.